പാസ്സായി കഴിഞ്ഞാൽ പിന്നെ രാജ്യത്തെ അതിർത്തി മണ്ഡലങ്ങളുടെ അതിർത്തി നിർണയം നടത്താൻ പിന്നീട് കേവല ഭൂരിപക്ഷം മാത്രം മതിയോ സർക്കാർ. പാർലമെന്റിനെയോ പ്രതിപക്ഷത്തെയോ വിശ്വാസമെടുക്കേണ്ട കാര്യമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് മനസ്സിലാക്കുന്നത്. പാർലമെന്റിനെയോ പ്രതിപക്ഷത്തെയോ വിശ്വാസത്തിലെടുക്കാതെ മണ്ഡല പുനർനിർണയം ഈ ഭരിക്കുന്ന ഗവൺമെന്റ് ഇഷ്ടം പോലെ നടത്താനുള്ള സ്വാതന്ത്ര്യം നൽകുന്ന ഒരു ബില്ലായിട്ടാണ് ഈ ബില്ല് മാറാൻ വേണ്ടി പോകുന്നത്. അതിന്റെ അർത്ഥം എന്താ? ആസാമിലും ജമ്മു കാശ്മീരിലും നമ്മൾ കണ്ടതാണ് മണ്ഡല പുനർനിർണയം എങ്ങനെ നടത്തിയെന്നുള്ളത്. ഏകപക്ഷീയമായിട്ട് തങ്ങൾക്ക് ജയിക്കാൻ വേണ്ടി മാത്രം മണ്ഡലങ്ങളെ വെട്ടിമാറ്റുന്ന രീതി ആസാമിലും ജമ്മു കാശ്മീരിലും കണ്ടതാണ്. ഈ ആസാമിലും ജമ്മു കാശ്മീരിലും സംഭവിച്ചത് രാജ്യവ്യാപകമായി സംഭവിപ്പിച്ച് 2029 നമുക്ക് വരാൻ പോകുന്ന പരാജയത്തെ തടയാൻ പറ്റുമെന്നുള്ളതാണ് മോഡി ബില്ലിലൂടെ ശ്രമിക്കുന്നത്. വനിതാ സംവരണം എന്ന് പറയുന്നത് 2023 പാസ്സാക്കിയിട്ടുണ്ട്. ഞങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു, 543 അംഗ പാർലമെന്റിൽ വനിതാ സംവരണം നടപ്പിലാക്കട്ടെ. 1/3 വനിതാ സംവരണം നടപ്പിലാക്കട്ടെ. ഞങ്ങളെല്ലാം പിന്തുണക്കാൻ തയ്യാറാണ്. വനിതാ സംവരണത്തിന് മരപിടിച്ചുകൊണ്ട് ഈ ജനാധിപത്യത്തെ മുഴുവൻ കശാപ്പ് ചെയ്ത് ഇന്ത്യയിലെ ഭരണം എല്ലാ കാലത്തും തങ്ങളുടെ കയ്യിൽ നിർത്താമെന്നാണ് ഈ ബില്ലിലൂടെ അവർ വ്യാമോഹിക്കുന്നത്. ഇതൊരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റും. ബിജെപി ഇതൊരു വനിതാ സംവരണത്തെ പ്രതിപക്ഷം എതിർക്കുന്നു എന്ന നരേശ് മുഖ്യമന്ത്രി. അല്ല, അതൊന്നും നടക്കില്ല കാര്യമില്ല. എല്ലാവർക്കും മനസ്സിലാവില്ല ഇതൊക്കെ. വനിതാ സംവരണം 2023 പാസ്സാക്കിയപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞതാണല്ലോ. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, ഖാർഗെജി, ഈ 3 പ്രസംഗങ്ങൾ നിങ്ങൾ എടുത്തു നോക്കണം. അന്ന് ഞങ്ങൾ പറഞ്ഞതാണ്, നിങ്ങൾ ഇപ്പം നടപ്പിലാക്കണം, 2024 നടപ്പിലാക്കണം. 540 അംഗ സഭയിൽ 1/3 വനിതകൾക്ക് കൊടുത്തുകൊണ്ട് 2024 നടപ്പിലാക്കണം പാർലമെന്റ് ഇലക്ഷൻ. ആരാണ് നടപ്പിലാക്കാഞ്ഞത്? അവരല്ലേ അന്ന് കൊണ്ടുവന്നത് ഈ നിയമം. അവരാണ് കൊണ്ടുവന്നത്. ആദ്യം സെൻസസ്, പിന്നീട് ഡീലിമിറ്റേഷൻ, എന്നിട്ട് വനിതാ സംവരണം. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഭേദഗതി കൊണ്ടുവന്ന ആരാണ്? പ്രതിപക്ഷമാണോ? കോൺഗ്രസ് ആണോ? ഞങ്ങളെന്ന് ആവശ്യപ്പെട്ടത് 543 അംഗ സഭയിൽ, ആ സഭയിൽ 1/3 വനിതകൾക്ക് കൊടുത്തുകൊണ്ട് വനിതാ സംവരണം ഉറപ്പാക്കണമെന്നായിരുന്നു. ഒട്ടും വൈകാതെ ഉറപ്പാക്കണമെന്നായിരുന്നു. അവരാണ് കൊണ്ടുവന്നത്. ആദ്യം സെൻസസിന് ശേഷം ഡീലിമിറ്റേഷൻ, എന്നിട്ട് വനിതാ സംവരണം. ഇപ്പൊ അവരെന്താ നേരിട്ട് മലക്കം മറിഞ്ഞത്? എന്താണ് ഈ മലക്കം മറിച്ചതിന്റെ കാരണം? എന്താണ് മനസ്സിലാക്കേണ്ട കാര്യം? 2 സ്റ്റേറ്റുകളിൽ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പം ഈ ഇന്നും നാളെയും നടത്തുന്ന സെഷനിൽ അജണ്ട ഇല്ലാന്നാണ് നമ്മൾ ധരിക്കുന്നത്. വ്യക്തമായ അജണ്ടയായിട്ടല്ല അവർ വരുന്നത്. അപ്പൊ ജനാധിപത്യത്തെ എല്ലാ രീതിയിലും അവർ കശാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. EDയും CBIയും ഉപയോഗിച്ചുകൊണ്ട് കശാപ്പ് ചെയ്തിരിക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷനെ കശാപ്പ് ചെയ്തിരിക്കുകയാണ്, ഉപയോഗിച്ച് കശാപ്പ് ചെയ്യുകയാണ്. അപ്പൊ ഇതിലൂടെ സത്യത്തിൽ ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത്, മണ്ഡല പുനർനിർണയം എന്ന് പറയുന്നത്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ താല്പര്യങ്ങൾ ആര് സംരക്ഷിക്കും?